بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തു സബ 37-ാമത്തെ വചനം മുതൽ 40-ാമത്തെ വചനം വരെ ആണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 432 433. ഈ ആയത്തുകളിൽ പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. وما أموالكم ولا أولادكم. ഇവിടെ രണ്ട് മുൻഫസിലായ ദീർഘങ്ങൾ വന്നിട്ടുണ്ട്. മദ് മുൻഫസിൽ ജായിസ്. വമാ ഇതിലെ അലിഫും അതുപോലെ വല ഇതിലെ അലിഫും. ഈ രണ്ട് ദീർഘങ്ങളും അനുവദനീയമായ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കാവുന്ന മദ് മുൻഫസിലാകുന്നു. കൂടാതെ അംവാലുക്കും ഈ പദത്തിൽ ഒറ്റ പദമാണ്. സാക്കിനായ മീം ശേഷം വാവ്. ഇപ്രകാരം സാക്കിനായ മീമിന് ശേഷം വാവോ ഫാവോ വരുമ്പോൾ പ്രത്യേകിച്ചും സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. ഇൽഹാർ ഷഫവി എന്നാണ് ഇതിന് പേര് പറയുക. കൂടാതെ മറ്റ് അക്ഷരങ്ങളും ഇപ്രകാരം ഇൽഹാർ ചെയ്യേണ്ടതായിട്ടുണ്ട്. വാവും ഫാവും ആകുമ്പോൾ കൂടുതൽ സൂക്ഷ്മത ആവശ്യമാണ്. കാരണം ഷഫവിയായ അക്ഷരങ്ങളായതുകൊണ്ട് മീം അവ്യക്തമാവാൻ സാധ്യതയുണ്ട് എന്നതാണ്. അതേപോലെ തന്നെയാണ് അംവാലുക്കും വല ഔലാദുക്കും. അവിടെയും സാക്കിന മീമിന് ശേഷം വാവ് വന്നിട്ടുണ്ട്. ഇൽഹാർ ഷഫവി ചെയ്ത് മണിക്കാതെ വെളിവാക്കണം. ഇതിലെല്ലാം ഈ പദങ്ങളിലെല്ലാം തന്നെ തർക്കീഖ് ചെയ്യേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് ഉള്ളത്. ഒന്നും തഫ്ഹീം ചെയ്ത് തടിപ്പിച്ചോതേണ്ടതില്ല. വമാ അംവാലുക്കും വലാ أولادكم بالتي تقربكم. ഔലാദുക്കും എന്ന പദത്തിലെ സാക്കിനായ മീം ശേഷം ബ വന്നതിനാൽ ഇഖ്ഫ ഷഫവി ചെയ്ത് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഔലാദുക്കും ബില്ലതി തുഖർരിബുക്കും. ഖാഫ് തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഓതേണ്ട ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. തുഖർരിബുക്കും. റായിന് കസ്റ അതിനാൽ തർക്കീഖാണ്, നേർപ്പിച്ച് ഓതുക. തുഖർരിബുക്കും ഇൻദനാ. തുഖർരിബുക്കും ഈ പദത്തിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി ചെയ്ത് മണിക്കാതെ വെളിവാക്കണം. ഇൻദനാ ഈ പദത്തിൽ സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. സാക്കിന നൂനിനെ ഇൻദനാ സുൽഫ ഇല്ല. സുൽഫ ഇതിലെ അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. സുൽഫ ഇല്ല മൻ ആമന. മൻ സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. മൻ ആമന വഅമില സാലിഹൻ ഫഉലൈക. സാലിഹൻ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മറച്ച് മണിച്ചോതേണ്ടതാണ്. ഫഉലൈക ഇതിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. അപ്രകാരം തന്നെ വീണ്ടും ജസാഉ ഈ രണ്ട് പദത്തിലും മദ് മുത്തസിൽ വാജിബ് നൽകി അലിഫിനെ നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ഫഉലൈക ലഹും ജസാഉ ദ്ദിഅഫ്. ലഹും ജസാ. ലഹും ഇതിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം.
ജസാഉ الضِّعْഫി ബിമാ അമിലു. അദ്ദിഅഫ് ദ്വാദിൻ്റെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. കസ്റായതിനാൽ കുറഞ്ഞ തഫ്ഖീം കൊടുത്താൽ മതി. ജസാഉ الضِّعْഫി ബിമാ അമിലു വഹും ഫിൽ ഗുറുഫാതി. വഹും ഫിൽ ഗുറുഫാതി. സാക്കിന മീം ശേഷം ഫാ വന്നതിനാൽ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്, അവ്യക്തമാവാൻ സാധ്യതയുള്ളതാണ്. വഹും ഫിൽ ഗുറുഫാതി. ഗുറുഫാതി ഗൈന റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക, തടിപ്പിച്ചുകൊണ്ട് ഓതുക. ആമീനൂൻ മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. ആമീനൂൻ എല്ലാം തർഖീഖിൻ്റേതാണ്. വല്ലദീന യസ്ഔന. യസ്ഔന ഐന് ശ്രദ്ധിച്ചോദനം. ഫീ ആയാതിന. ഫീ ഇതിലെ ദീർഘാക്ഷരമായ യാ മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഫീ ആയാതിന മുആജിസീന. ഉലൈക മുആജിസീന. അവിടെ ഐന് അലിഫ് ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്, എല്ലാം ശ്രദ്ധിച്ചോതുക. തർക്കീഖാണ് ഐന്, അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. ഉലൈക മദ് മുത്തസിൽ വാജിബ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഉലൈക ഫിൽ അദാബി മുഹ്ദറൂൻ. മുഹ്ദറൂൻ ഐന് ഹ എല്ലാം ശ്രദ്ധിച്ചോതുക. ദ്വാദ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, തഫ്ഖീം ചെയ്യുകയും വേണം. കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ദ്വാദിന് ഉച്ചരിക്കുക. റായിനും തഫ്ഖീം കൊടുക്കുക. മുഹ്ദറൂൻ തടിപ്പിച്ച് ഓതുക. ഖുൽ ഇന്ന റബ്ബി. ഖാഫിനും തഫ്ഖീമാണ്. ഇന്ന നൂൻ മുഷദ്ദദ ശദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കുക. റബ്ബി റാ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കുക. ഖുൽ ഇന്ന റബ്ബി യബ്സുതു. യബ്സുതു ഇതിൽ തായിന് മാത്രമാണ് തഫ്ഖീം നൽകേണ്ടത്. ബഇന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. യബ്സുതു. യബ്സുതു റിസ്ഖ. ഖാഫിനും തഫ്ഖീം കൊടുക്കുക, പൂർണ്ണമായ തഫ്ഖീം നൽകി തടിപ്പിച്ചോദണം. ലിമൻ യശാ. ലിമൻ സക്കിനാനൂൻ ശേഷമുള്ള യായിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. യശാഉ അലിഫിന് മദ് മുത്തസിൽ വാജിബ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മിൻ ഇബാദി സക്കിനാനൂൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. മിൻ ഇബാദിഹി വയഖദിറു ലഹ്. ഖാഫിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ഉച്ചരിക്കുക. തഫ്ഖീം ചെയ്ത് ഖാഫിനെ ഉച്ചരിക്കണം. വയഖദിറു റായിനും തഫ്ഖീം കൊടുക്കുക. വയഖദിറു ലഹ്. അവിടെ ഹായിൽ സുക്കൂനാണ് വഖഫ് ചെയ്യുമ്പോൾ നൽകേണ്ടത്. ചേർത്തോതുകയാണെങ്കിൽ മദ്ദുസ്സില സൂറ നൽകി വയഖദിറു ലഹു വമ എന്ന് ഓതേണ്ടതാണ്. വമാ അൻഫഖ്തും അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻഫഖ്തും സാക്കിനാനൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ച് ഉച്ചരിക്കുക. ഖാഫിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അൻഫഖ്തും മിൻ സാക്കിന മീമിന് ശേഷമുള്ള മീമിൽ ലയിപ്പിച്ചുച്ചരിക്കണം. ഇദ്ഗാം മിസ്ലൈൻ സഗീർ മണിച്ചുകൊണ്ട് ഓതുക.
മിൻ ഷൈ സാക്കിനാനൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു പണിച്ചോദനം. ഷൈ ഫഹുവ അവിടെയും തൻവീനിനെ ഇഖ്ഫ ചെയ്ത് അവ്യക്തമാക്കി മണിക്കേണ്ടതാണ്. ഫഹുവ യുഖ്ലീഫു യുഖ്ലീഫു ഖാഇന് തഫ്ഖീം കൊടുക്കുക. വഹുവ ഖൈറുർ റാസിഖീൻ ഖൈറു ഖാ റാ الرازقين എന്നതിലെ റാ ദീർഘാക്ഷരമായ അലിഫ് ശേഷം ഖാഫ് ഖാഫിന് കസ്റായതിനാൽ കുറഞ്ഞ തഫ്ഖീം. ഈ അക്ഷരങ്ങൾക്കെല്ലാം തഫ്ഖീം നൽകി സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടതാണ്. വഹുവ ഖൈറുർ റാസിഖീൻ. അവിടെ യുഖ്ലിഫുഹു എന്ന് ചേർത്തോതുകയാണെങ്കിൽ മദ്ദുസ്സില സുഗ്റ ഹാഇന് നൽകേണ്ടതാണ്, നേരത്തെ സൂചിപ്പിച്ച പോലെ. ويوم يحشرهم جميعا يحشرهم ശ്രദ്ധിച്ചോദനം. തൊണ്ടയുടെ മധ്യമാണ് ഹാഇൻ്റെ മഖ്റജ്. റാഇന് തഫ്ഖീം കൊടുക്കുക. യഹ്ഷുറുഹും സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. അപ്പോൾ ويوم يحشرهم جميعا ثم ജമീഅൻ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ച് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. സുമ്മയിലെ ഷദ്ദുള്ള മീമിനെ മണിക്കണം, മീം മുഷദ്ദദ. യഖൂലു ലിൽ മലായികതി യഖൂലു ഖാഫിനും തഫ്ഖീം കൊടുക്കുക. മലായിക ഇതിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. ഈ പദത്തിൽ 2 ദീർഘങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് മുൻഫസിലാണ്. അത് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമായതാണ്. എന്നാൽ ഉലായി എന്ന രണ്ടാമത്തെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. അതായത് ഉലായി എന്ന് വേണമെങ്കിൽ ഓതാം, അല്ലെങ്കിൽ ഉലായി ഇയ്യാക്കും എന്ന് 2 ദീർഘവും നൽകിക്കൊണ്ടുമാവാം. രണ്ടാമത്തേത് നിർബന്ധമാണെന്നർത്ഥം. ഇയ്യാക്കും കാനൂ യഅ്ബുദൂൻ. ഇയ്യാക്കും സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. യഅ്ബുദൂൻ ഐന് തവസ്സുത്തിൻ്റെ അക്ഷരം ശ്രദ്ധിച്ച് വ്യക്തമായി ഉച്ചരിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وما أموالكم ولا أولادكم بالتي تقربكم عندنا زلفى إلا من آمن وعمل صالحا فأولئك لهم جزاء الضعف بما عملوا وهم في الغرفات آمنون. والذين يسعون في آياتنا معاجزين أولئك في العذاب محضرون. قل إن ربي يبسط الرزق لمن يشاء من عباده ويقدر له وما أنفقتم من شيء فهو يخلفه
وهو خير الرازقين. ويوم يحشرهم جميعا ثم يقول للملائكة أهؤلاء إياكم كانوا يعبدون